നമസ്കാരം, എൻ്റെ പേര് ഷാഹിന ഷംസുദ്ദീൻ. ഞാൻ തൃശ്ശൂർ ഡയബറ്റിക് കെയർ സെൻ്ററിൽ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ഡയറ്റ് ആൻഡ് ഡിസീസസ്, ആരോഗ്യവും ഭക്ഷണ രീതിയും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം നമ്മൾ മരുന്ന് കഴിക്കുന്ന ഒരു ലോങ് ടൈം പീരീഡിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം. അതേപോലെ തന്നെ ഭക്ഷണ രീതി, നമ്മളൊരു സമയത്തേക്ക് ഭക്ഷണ രീതിയിൽ നമ്മൾ സാധാരണയുള്ള ഭക്ഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മുടെ ബോഡിയിൽ, ശരീരത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയും. അപ്പോൾ നമ്മൾ തുടർച്ചയായി കാണുന്നതാണ്, യൂട്യൂബിലാണെങ്കിലും വീഡിയോസായിട്ട്, വാട്സപ്പിലും വീഡിയോസായിട്ട് നമ്മൾ തുടർച്ചയായി കാണുന്നതാണ്. ഓരോ അസുഖത്തിനും ഭക്ഷണ രീതിയിൽ ഇന്ന മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ടാവും, ഇന്ന ഗുണങ്ങൾ ഉണ്ടാവാം എന്നുള്ള രീതിയിൽ ഒത്തിരി വീഡിയോസ് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതെല്ലാം നല്ലതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മളൊരു വീഡിയോയിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഡയബറ്റീസ്, ഷുഗർ പേഷ്യൻസിന് ഫെനുഗ്രീക്ക് എന്ന് വെച്ചാൽ ഉലുവ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയാൻ ഹെൽപ്പ് ചെയ്യും. അതൊരു വീഡിയോയിൽ നമ്മൾ കാണാമെന്ന് വിചാരിക്കുക. അപ്പോൾ ശരിയാണ്, ഉലുവ എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ലോവർ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ സെയിം ടൈം നമുക്ക് കിഡ്നി, ഇപ്പോൾ ഒരാൾക്ക് ഷുഗർ പരമായിട്ട് ഒത്തിരി അസുഖങ്ങളുണ്ടാവാം. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാവാം, ഹാർട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉലുവ കഴിക്കുകയാണ്, ഉലുവയിൽ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ കിഡ്നി അസുഖമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി മേ ബി ഫോസ്ഫറസ് ലെവൽ ഹൈ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഉലുവ നല്ലതാണെന്ന് വിചാരിച്ചാൽ ഡെയിലി ഉലുവ തിളപ്പിച്ചിട്ടുള്ള വെള്ളം എടുക്കാൻ തുടങ്ങാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ ഫോസ്ഫറസ് ലെവലും ഹൈ ആവും. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് അതിലുള്ള കാര്യം ചെയ്യുമ്പോൾ, തുടർച്ചയായി ദിവസം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പാടില്ല. അതൊരു മരുന്നല്ലല്ലോ, ഭക്ഷണമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഭക്ഷണത്തിനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയും. അപ്പോൾ നമ്മൾ നല്ല ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നത് നേരെ നെഗറ്റീവായിട്ടായിരിക്കും നമ്മുടെ അത് ബാധിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒന്നെങ്കിൽ നിങ്ങളുടെ ഡയറ്റീഷ്യനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെയോ കൺസൾട്ട് ചെയ്ത് ഞാനിങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക.